നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് കെ മുരളീധരൻ. പ്രതികൂല കാലാവസ്ഥ കാരണം ട്രെയിൻ സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. സ്റ്റോപ്പിൽ എത്തുമ്പോൾ തീരുമാനം ഹൈക്കമാൻഡ് പറയും. ഘടകകക്ഷികൾ ഒരു നേതാവിന് വേണ്ടി വാദിക്കുന്നു എന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും മുരളീധരൻ പറഞ്ഞു. ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. ട്രെയിൻ സ്റ്റോപ്പിലെത്തിയാൽ തന്നെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഹൈക്കമാൻഡ് എന്നാണ് തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴേ അറിയാൻ പറ്റും. ഇല്ല, സ്റ്റോപ്പിലെത്തിയില്ല. ചില സന്ദർഭങ്ങളിൽ കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ കാരണം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആവാറുണ്ട്. അതുപോലെ ആയിരിക്കും. പ്രത്യേകിച്ച് ഡൽഹി യാത്രയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സന്ദർഭത്തിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട്. കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയും. അക്ഷയ വിശദാംശങ്ങളും തർക്കം മൂർച്ഛിക്കുന്ന ഘട്ടത്തിൽ കെ മുരളീധരൻ എന്ത് പറയാനുണ്ടെന്നുള്ളത് പ്രധാനമാണ്. ആരുടെയും പക്ഷത്തേക്ക് അദ്ദേഹം ചായുന്നില്ല. എവിടെയും തൊടാതെ കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ്. എങ്കിൽ കൂടിയും ഔട്ട് ഓഫ് ദ മൈക്ക് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? ില്ല എന്ന് വേണം കരുതാൻ. അതായത് നമ്മൾ പ്രതികരണം ചോദിക്കുന്നതിന് മുൻപ് തന്നെ കെ മുരളീധരൻ ഇങ്ങോട്ട് വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് ട്രെയിൻ സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ ഹാസ്യരൂപേണ പറയുന്നത്. എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും നർമ്മം കലർത്തി മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ. അപ്പോൾ ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നർമ്മം കലർത്തിയുള്ള പ്രയോഗങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ആവോളം കാത്തില്ലേ ഇനി വേവോളം കാക്കുക എന്നുള്ളതൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇന്നും അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാണ് പ്രഖ്യാപനം എന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കെ മുരളീധരൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത് ട്രെയിൻ സ്റ്റോപ്പിലെത്തിയിട്ടില്ല, അത് പ്രതികൂല കാലാവസ്ഥ കാരണമാണ്. എപ്പോഴാണ് ട്രെയിൻ സ്റ്റോപ്പിൽ എത്തുക എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. അത് ആകുമ്പോൾ ഹൈക്കമാൻഡ് ആ തീരുമാനം പറയും. നമ്മൾ വെറുതെ ട്രെയിനിന്റെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. സ്റ്റോപ്പിലെത്തി അത് നിർത്തുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകൂ എന്നുള്ളൊരു കാര്യം കൂടെയാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഈ ആരോഗ്യവകുപ്പ് കെ മുരളീധരന് കയ്യിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരസ്യമായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് എന്തായാലും രണ്ടാമത് മെഡിക്കൽ കോളേജ്, പിണറായി സർക്കാർ പൂട്ടിയ മെഡിക്കൽ കോളേജ് എന്തായാലും ഞങ്ങൾ പുനരാരംഭിക്കും, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് എനിക്ക് തരും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രചരിക്കുന്നത്. എനിക്ക് ഒരു വകുപ്പും വേണ്ട, പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തന്നെ എനിക്കില്ല, ഞാനൊരു പ്രത്യേകിച്ച് ഒരു താല്പര്യവും ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല, എനിക്ക് വട്ടിയൂർക്കാവിന്റെ MLA ആയി ഇരുന്നാൽ മതി എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സമയമാകട്ടെ, സമയമാകുമ്പോൾ ഉത്തമമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വരും എന്നുള്ളതാണ് കെ മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. സൈഫുദ്ദീൻ. ശരി, എന്തായാലും മുരളിക്ക് പറയാനുള്ളത് മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷെ ആരുടെയും പക്ഷം അദ്ദേഹം പിടിക്കുന്നില്ല പരസ്യമായി. ഇനി രഹസ്യമായ അദ്ദേഹം ആരുടെ പക്ഷത്താണെന്നുള്ളതും ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. VD സതീശൻ അനുകൂലികൾ പറയുന്നത് കെ മുരളീധരൻ VDക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. AK ആന്റണി അടക്കമുള്ള ആളുകളൊക്കെ കൂടെയുണ്ടെന്ന് ചെന്നിത്തല ഗ്രൂപ്പും പറയുന്നുണ്ട്. ആരും പക്ഷേ ഒന്നും വിട്ടു പറയുന്നില്ല, മാധ്യമങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു വ്യക്തതയും ഇല്ലാത്ത അനിശ്ചിതത്വം ഇങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ന് വൈകുന്നേരമെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു തീരുമാനമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.